ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേനൽക്കാലമായാൽ റോഡ് സൈഡുകളിൽ ധാരാളമായി കാണുന്ന ഒന്നാണല്ലോ പനനൊങ്ക്. ഈ പനനൊങ്ക് കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ജ്യൂസ് തയ്യാറാക്കുവാൻ സാധിക്കും. അത് എങ്ങനെയെന്നാണ് ഇന്ന് വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാകുന്ന വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ ജ്യൂസ് തയ്യാറാക്കുവാൻ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണ് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് പനനൊങ്ക് കൊണ്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഈ ജ്യൂസ് തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 10 പനനൊങ്കാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ജ്യൂസിലേക്ക് ആവശ്യമുള്ളത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം ഒരു അരമണിക്കൂർ നേരം കുരു കളഞ്ഞ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇതും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ കുതിർത്ത് വെച്ചതുകൊണ്ട് അരഞ്ഞു കിട്ടുവാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാഷ്നട്ടാണ്. കാഷ്നട്ട് ഒരു 10-12 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് തണുത്ത പാല് ചേർത്ത് കൊടുക്കുക. ഈന്തപ്പഴവും കാഷ്നട്ടുമെല്ലാം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ചേർക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ മുഴുവൻ പാലും ചേർത്ത് അരച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ കുറേശ്ശെ പാലൊഴിച്ച് ഇത് അരച്ചെടുത്തതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. എന്നാലാണ് മുഴുവൻ അരഞ്ഞു കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ മുഴുവൻ ഏലക്ക 2-3 ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മിക്സിയുടെ മൂടി വെച്ച് ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം. ഇതുപോലെ നല്ല തിക്കായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇത്ര കട്ടി ആവശ്യമില്ലെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. ഈന്തപ്പഴവും കാഷ്നട്ടുമൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് ചേർക്കുന്നത് കൊണ്ട് കൂടുതലൊന്നും അരിച്ചെടുക്കാൻ ഉണ്ടാവില്ല. എന്നാലും ആവശ്യമുള്ളവർ ഒന്ന് അരിച്ചെടുക്കുക. ഞാനിവിടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പനനൊങ്ക് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയുമായി കാണും വരേക്കും ബായ്.